നമ്മുടെ ജോഗ്രഫിയിൽ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പറഞ്ഞു നിർത്തിയത് ടെമ്പറേച്ചറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഓഷ്യനുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ അതുപോലെ തന്നെ ക്ലൈമറ്റുമായിട്ട് അല്ലെ, ക്ലൈമറ്റ് ചേഞ്ച്, കെപ്പന്റെ കാലാവസ്ഥ വർഗീകരണ പദ്ധതി ഒക്കെ കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കുന്നത് മൂവ്മെന്റ്സ് ആണ്. അതായത് ഓഷ്യനുമായി ബന്ധപ്പെട്ട ഓഷ്യൻ വാട്ടറുമായി ബന്ധപ്പെട്ടുള്ള മൂവ്മെന്റ്സിനെ കുറിച്ചാണ്. നമുക്കറിയാം ഓഷ്യനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ സിലബസിൽ ഒരു ടോപ്പിക് കൊടുത്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ, ഒരു ചെറിയ ടോപ്പിക്കാണ്, കുറച്ച് കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് നോക്കാം. നമുക്കറിയാം സമുദ്രജലം എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്, ചലിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ. നമ്മൾ കായലിലോ അതുപോലെ തന്നെ ഒരു കുളത്തിലോ ഒക്കെ ചെല്ലുമ്പോൾ എന്താണ്, അതിങ്ങനെ നിശ്ചലമായിട്ട് കിടക്കുന്നതാണ്. ചെറിയ ചെറിയ കാറ്റ് അടിച്ചു കഴിഞ്ഞാലും ഒരു ചെറിയ ഓളമൊക്കെ ഉണ്ടാക്കി അതിങ്ങനെ വലിയ ഇതില്ലാതെ ഒഴുക്കില്ലാത്ത പിന്നെ കുളങ്ങളും അതുപോലെ തന്നെ കായലുകളൊക്കെ ഇങ്ങനെ നിശ്ചലമായിട്ട് നമുക്ക് കിടക്കുന്നത് കാണാൻ പറ്റും അല്ലെ. എന്നാൽ കടൽ എന്ന് പറയുന്നത് അങ്ങനെയാണോ? കടൽ എപ്പോഴും എന്താണ്, ചലിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ. എപ്പോഴും തിരമാലകൾ ഇങ്ങനെ അടിച്ചുകൊണ്ടേയിരിക്കും അല്ലെ. ഒരു നിമിഷം പോലും അതിങ്ങനെ എന്താ പറയുക, നിശ്ചലമായിട്ട് കിടക്കുന്നില്ല. അപ്പൊ എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജലാശയമാണ് അല്ലെങ്കിൽ കടൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സമുദ്രം എന്ന് പറയുന്നത് അല്ലെ. എപ്പോഴും ചലനാത്മകമാണ്. എന്തുകൊണ്ടായിരിക്കാം അവ ചലിക്കുന്നത്? ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് ഘടകങ്ങളുണ്ട്. നമ്മൾ ചോദിക്കും സമുദ്രജലം ചലിക്കുവാൻ കാരണമായ ഘടകങ്ങൾ താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് ഏതൊക്കെ പറയാൻ പറ്റും? ഒന്ന് ചിന്തിച്ച് നോക്കി, നിങ്ങൾ തന്നെ ചിന്തിക്കുക. ഏതൊക്കെ ഫാക്ടേഴ്സ് നമുക്ക് പറയാൻ പറ്റും? ഒന്നാമത്തത് താപം അല്ലെ, സമുദ്രജലത്തിന്റെ താപം നമുക്ക് പറയാം. അതുപോലെ അതിന്റെ ലവണത്വം, സമുദ്രജലത്തിന്റെ ലവണത്വം, അതിന്റെ സാന്ദ്രത, ഡെൻസിറ്റി, ഇങ്ങനെ പല ഘടകങ്ങള് ഈ ജലത്തിന്റെ ചലനങ്ങൾക്ക് കാരണമാകാറുണ്ട്. ഇവയോടൊപ്പം കാറ്റുണ്ട് അല്ലെ, കാറ്റിന്റെ ശക്തി മൂലം ആ സമുദ്രജലം ചലിക്കുന്നുണ്ട് അല്ലെ. സൂര്യനും ചന്ദ്രനും തുടങ്ങിയവയുടെ ബാഹ്യബലങ്ങളുടെ സ്വാധീനം, ഇതൊക്കെ ഈ സമുദ്രജലം ചലിക്കുന്നതിന് കാരണമായി തീരാറുണ്ട് അല്ലെ. സമുദ്രജലം ചലിക്കാൻ കാരണമായ ഘടകങ്ങൾ ഏതെല്ലാമാണെന്ന് നമുക്ക് പറയാൻ പറ്റും. സമുദ്രജലത്തിന്റെ താപം, അതിന്റെ ലവണത്വം, അതിന്റെ സാന്ദ്രത, അതുപോലെ തന്നെ കാറ്റ്, സൂര്യന്റെയും ചന്ദ്രന്റെയും ബാഹ്യബലങ്ങളുടെ സ്വാധീനം, ഇതെല്ലാം എന്തിന് കാരണമാകുന്നുണ്ട്? സമുദ്രജലത്തിന്റെ ചലനത്തിന് കാരണമാകാറുണ്ട്. സമുദ്രജലം എങ്ങനെയെല്ലാം ചലിക്കാറുണ്ട്? രണ്ട് ദിശകളിൽ പ്രധാനമായിട്ട് സമുദ്രജലം ചലിക്കാറുണ്ട് അല്ലെ. ലംബ ദിശയിലും തിരശ്ചീന തലത്തിലും എന്ത് ചെയ്യാറുണ്ട്? സമുദ്രജലം ചലിക്കാറുണ്ട്. ലംബ ദിശയിലുള്ള ചലനങ്ങളെ നമുക്ക് എന്ത് പറയാം? വേലികൾ എന്ന് പറയും, ടൈഡ്സ് എന്ന് പറയും അല്ലെ. നമ്മൾ പഠിച്ചിട്ടില്ലേ വേലികൾ. തിരശ്ചീന ദിശയിലുള്ള സമുദ്രചലനങ്ങളെ നമുക്ക് എന്ത് പറയാം? സമുദ്രജല പ്രവാഹങ്ങളെന്നും തിരമാലകളെന്നും പറയാം അല്ലെ. ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ. വെർട്ടിക്കലി പോകുമ്പോൾ, മുകളിലോട്ട് പോകുമ്പോൾ നമുക്ക് എന്ത് പറയാം? മുകളിലോട്ടുള്ള ചലനങ്ങളെ നമുക്ക് എന്ത് പറയാം? സമുദ്രജല പ്രവാഹങ്ങളെന്നും അതുപോലെ തിരമാലകളെന്നും പറയാം അല്ലേ. സമുദ്രജലം ഇങ്ങനെ വന്നിട്ട് പൊങ്ങിപ്പോകുന്നതിനെ, സമുദ്രജലം ഇങ്ങനെ പൊങ്ങി വരുന്നതിനെ നമുക്ക് എന്ത് പറയാം? സമുദ്രജല പ്രവാഹങ്ങളും അതുപോലെ തിരമാലകളുമാണെന്ന് പറയാം. എന്നാൽ വേലികളെ നമുക്ക് എങ്ങനെ പറയാം? ലംബ ദിശയിൽ, അതായത് നേരെ വരും, നമ്മുടെ അടുത്തോട്ട് നേരെ വരികയാണെങ്കിൽ നമുക്കതിനെ എന്ത് പറയാം? അത് വേലികളാണ്, ടൈഡ്സ് ആണ് അതിന് കാരണമെന്ന് നമുക്ക് പറയാം. സമുദ്രജല പ്രവാഹങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ സമുദ്രജലം വൻതോതിൽ ഒരു നിശ്ചിത ദിശയിലേക്ക് തുടർച്ചയായിട്ട് ഒഴുകുന്നതിനെയാണ് സമുദ്രജല പ്രവാഹങ്ങൾ എന്ന് പറയുന്നത്. എന്നാൽ തിരമാലകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ സമുദ്രജലത്തിന്റെ ഉപരിതലത്തിൽ ഉണ്ടാകുന്ന ഉന്നതികളാണ്, ഹൈറ്റ് ആണ്. സമുദ്രജലത്തിന്റെ ഉന്നതികൾ മുകളിലേക്ക് പൊങ്ങുന്നതിനെയാണ് നമ്മൾ തിരമാലകൾ എന്ന് പറയുന്നത്. ലംബദിശയിൽ നേരെ വരുന്നതിന് എന്ത് പറയും? സമുദ്രജല പ്രവാഹങ്ങൾ എന്നും പറയും. അതൊന്ന് ബേസ് ആയിട്ടൊന്ന് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. സൂര്യന്റെയും ചന്ദ്രന്റെയും ആകർഷണത്താൽ സമുദ്രനിരപ്പ് ദിവസേന എന്ത് ചെയ്യുന്നു? രണ്ടു നേരം ഉയരുകയും താഴുകയും ചെയ്യുന്നുണ്ട് അല്ലെ. അതിനെ നമുക്ക് എന്ത് പറയാം? വേലികൾ എന്ന് നിസ്സാരമായിട്ട് പറയാൻ പറ്റും. സൂര്യന്റെയും ചന്ദ്രന്റെയും ആകർഷണത്തിൽ സമുദ്രനിരപ്പ് എന്ത് ചെയ്യുന്നു? ദിവസേന 2 തവണ ഉയരുകയും താഴുകയും ചെയ്യുന്നുണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വേലികൾ അല്ലെങ്കിൽ ടൈഡ്സ് എന്ന് പറയുന്നത്. അതുപോലെ നമുക്ക് തിരമാലകളുടെ പ്രത്യേകതകളെ കുറിച്ച് പറയുമ്പം തിരാശിഖരവും തിരാതടവും ഒക്കെ നമ്മുടെ കുഞ്ഞു ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. ഒരു തിരയുടെ ഏറ്റവും ഉയർന്ന ഭാഗത്തെ തിരാശിഖരം എന്നും അതുപോലെ അതിന്റെ ഏറ്റവും താഴ്ന്ന ഭാഗത്തെ എന്തും വിളിക്കാം? തിരാതടം എന്നും വിളിക്കാം. തിരാശിഖരം എന്ന് പറഞ്ഞാൽ എന്താ? ശിഖരം എന്ന് പറയുമ്പോൾ നമുക്കറിയാം മരത്തിന്റെയൊക്കെ ശിഖരം അതിങ്ങനെ മുകളിലായിരിക്കുമല്ലോ. അപ്പം ഈ ഒരു തിരയുടെ ഏറ്റവും ഉയർന്ന ഭാഗത്തെ നമുക്ക് എന്ത് വിളിക്കാം? തിരാശിഖരം എന്ന് വിളിക്കാം. അതുപോലെ അതിന്റെ ഏറ്റവും താഴ്ന്ന ഭാഗത്ത് എന്ത് പറയാം? തിരാതടം എന്ന് പറയാം. തടം, നമ്മൾ തടമൊക്കെ എടുക്കും, നമ്മള് പിന്നെ മരങ്ങൾക്കൊക്കെ തടം എടുക്കുന്ന താഴെയല്ലേ. അപ്പൊ ഇപ്പൊ എന്ത് പറയാം? ഏറ്റവും താഴ്ന്ന ഭാഗത്തെ തിരാതടം എന്ന് നമുക്ക് വിളിക്കാം. അതുപോലെ തന്നെ തിരോന്നതി അല്ലെ, വേവ് ഹൈറ്റ്. വേവ് ഹൈറ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. തിരോന്നതി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു തിരാശിഖരത്തിനും
തിരാതടത്തിനും ഇടയിലെ ലംബ ദൂരത്തെയാണ് എന്ത് പറയുന്നത്, തിരോന്നതി എന്ന് പറയുന്നത്. ഇതും പണ്ട് ഡിഗ്രി ലെവൽ എക്സാമിനൊക്കെ നമുക്ക് ഈ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ. തിരോന്നതി എന്താണ്, തിരാതടം, തിരാശിഖരം, അതിന്റെയൊക്കെ പ്രത്യേകതകളൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ തിരോന്നതി എന്ന് പറഞ്ഞാൽ ഈ തിരാശിഖരത്തിനും തിരാതടത്തിനും ഇടയിലെ ലംബ ദൂരത്തെയാണ് തിരോന്നതി അല്ലെങ്കിൽ വേവ് ഹൈറ്റ് എന്ന് പറയുന്നത്. അത് സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാക്കി എടുക്കാവുന്നേ ഉള്ളൂ. ഈ തിരാവിസ്തൃതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തിരോന്നതിയുടെ നേർപകുതി ആയിരിക്കും, അതിന്റെ ഹാഫ് ആയിരിക്കും തിരാവിസ്തൃതി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വേവ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഇതൊക്കെ ഈ ടേമുകളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കണം. കാരണം ഇതിൽ നിന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ ഒരു എന്താ പറയുക, ഒരു സ്റ്റേറ്റ്മെന്റ് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഇതിൽ നിന്നൊക്കെ ആയിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻ വരിക. തിരാവിസ്തൃതി എന്ന് പറഞ്ഞാൽ തിരോന്നതിയുടെ പകുതി ആയിരിക്കും, അതായത് തിരോന്നതിയുടെ നേർപകുതിയാണ് തിരാവിസ്തൃതി അല്ലെങ്കിൽ വേവ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അതുപോലെ തിരാദൈർഘ്യം, വേവ് ലെങ്ത്, അടുത്തടുത്തുള്ള രണ്ട് തിരാശിഖരങ്ങൾക്കിടയിലെ തിരശ്ചീന ദൂരമാണ് തിരാദൈർഘ്യം എന്ന് പറയുന്നത്. രണ്ട് തിരാശിഖരങ്ങൾ ഉണ്ടെങ്കിൽ ആ രണ്ട് തിരാശിഖരങ്ങൾക്കിടയിലെ ദൂരമാണ്, തിരശ്ചീന ദൂരത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, തിരാദൈർഘ്യം അല്ലെങ്കിൽ വേവ് ലെങ്ത് എന്ന് പറയുന്നത്. അതുപോലെ വേവ് സ്പീഡ് ഉണ്ട്, തിരാവേഗമുണ്ട്. ഇതെല്ലാം നമുക്ക് ആ ഒരു പേരിൽ നിന്ന് നമുക്ക് എളുപ്പം കിട്ടുന്ന സംഭവങ്ങളാണ് അല്ലെ. ഒരു തിര ജലത്തിലൂടെ സഞ്ചരിക്കുന്ന വേഗത്തെയാണ് തിരാവേഗം എന്ന് പറയുന്നത്. ആ തിരാവേഗത്തെ ഏത് യൂണിറ്റിലാണ് രേഖപ്പെടുത്തുന്നത് ചോദിച്ചാൽ നോട്ട് എന്ന് പറയുന്നത് അല്ലെ. കപ്പലിന്റെ വേഗത അളക്കുന്ന യൂണിറ്റ് നമ്മൾ പഠിച്ചിട്ടില്ലേ. നോട്ട് എന്ന് പറയുന്ന യൂണിറ്റിലാണ് ഈ തിരാവേഗത്തെ നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. അപ്പൊ വേവ് സ്പീഡ് അല്ലെങ്കിൽ തിരാവേഗം, ഒരു തിര ജലത്തിലൂടെ സഞ്ചരിക്കുന്ന വേഗമാണ് തിരാവേഗം. അതുപോലെ അത് രേഖപ്പെടുത്തുന്നത് നോട്ട് എന്ന് പറയുന്ന യൂണിറ്റ് ആണ്. അതുപോലെ തിര ആവൃത്തി ഉണ്ട്, വേവ് ഫ്രീക്വൻസി ഉണ്ട്. തിര ആവൃത്തി എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡ് സമയത്തെ ഇടവേളയിൽ ഒരു നിശ്ചിത സ്ഥാനം കടന്നു പോകുന്ന തിരകളുടെ എണ്ണത്തെയാണ് തിര ആവൃത്തി എന്ന് പറയുന്നത്. ഒരു സെക്കൻഡ് സമയത്തെ ഇടവേളയിൽ ഒരു നിശ്ചിത സ്ഥാനം കടന്നു പോകുന്ന തിരകളുടെ എണ്ണത്തെ എന്ത് പറയാം, തിര ആവൃത്തി എന്ന് പറയാം. തിരകളുടെ എണ്ണത്തെയാണ് തിര ആവൃത്തി എന്ന് പറയുന്നത്. അതുപോലെ തിര കാലമുണ്ട്, വേവ് പീരീഡ്. ഒരു നിശ്ചിത സ്ഥാനം കടന്നു പോകാൻ അടുത്തടുത്തുള്ള രണ്ട് തിരാശിഖരങ്ങളോ തിരാതടങ്ങളോ എടുക്കുന്ന സമയത്തെയാണ് തിരാകാലം അല്ലെങ്കിൽ വേവ് പീരീഡ് എന്ന് പറയുന്നത്. തിരാശിഖരവും തിരാതടവും എന്താണെന്ന് പറഞ്ഞു. തിരാശിഖരം എന്ന് പറഞ്ഞാൽ ഒരു തിരയുടെ ഏറ്റവും ഉയർന്ന ഭാഗത്തെ തിരാശിഖരമെന്നും അതിന്റെ താഴ്ന്ന ഭാഗത്തെ തിരാതടമെന്നും വിളിക്കുന്നു. തിരോന്നതി വേവ് ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു തിരാശിഖരത്തിനും തിരാതടത്തിനും ഇടയിലെ ലംബ ദൂരത്തെയാണ് തിരോന്നതി എന്ന് പറയുന്നത്. തിരാവിസ്തൃതി എന്ന് പറഞ്ഞാൽ വേവ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ തിരോന്നതിയുടെ നേർപകുതിയാണ് തിരാവിസ്തൃതി. തിരാദൈർഘ്യം അല്ലെങ്കിൽ വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ അടുത്തടുത്തുള്ള രണ്ട് തിരാശിഖരങ്ങൾക്കിടയിലെ തിരശ്ചീന ദൂരത്തെയാണ് തിരാദൈർഘ്യം എന്ന് പറയുന്നത്. തിരാവേഗം, വേവ് സ്പീഡ് എന്ന് പറഞ്ഞാൽ ഒരു തിര ജലത്തിലൂടെ സഞ്ചരിക്കുന്ന വേഗത്തെയാണ് തിരാവേഗം എന്ന് പറയുന്നത്. നോട്ട് എന്ന് പറയുന്ന യൂണിറ്റിലാണ് അത് രേഖപ്പെടുത്തുക. പിന്നെ വേവ് ഫ്രീക്വൻസി പറഞ്ഞു. തിര ആവൃത്തി എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡ് സമയത്തെ ഇടവേളയിൽ ഒരു നിശ്ചിത സ്ഥാനം കടന്നു പോകുന്ന തിരകളുടെ എണ്ണത്തെയാണ് തിര ആവൃത്തി എന്ന് പറയുന്നത്. തിരാകാലം അല്ലെങ്കിൽ വേവ് പീരീഡ് എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത സ്ഥാനം കടന്നു പോകാൻ അടുത്തടുത്തുള്ള രണ്ട് തിരാശിഖരങ്ങളോ തിരാതടങ്ങളോ എടുക്കുന്ന സമയത്തെയാണ് തിരാകാലം എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് വേലികളെ കുറിച്ചാണ്, ടൈഡ്സിനെ കുറിച്ചാണ്. നമുക്ക് പറഞ്ഞു ദിവസം എന്ത് ചെയ്യുന്നു, 1-2 പ്രാവശ്യമൊക്കെ സമുദ്രജലം ഉയരുകയും താഴുകയും ചെയ്യാറുണ്ട് അല്ലെ. സമുദ്രജലത്തിന്റെ ആവർത്തികമായ അല്ലെങ്കിൽ പീരിയോഡിക്കൽ പരമായിട്ടുള്ള ഉയർച്ചയും താഴ്ചയുമാണ് നമ്മൾ വേലികൾ അല്ലെങ്കിൽ വേലിയേറ്റവും വേലിയിറക്കവും എന്നൊക്കെ പറയുന്നത്. സൂര്യന്റെയും ചന്ദ്രന്റെയും ആകർഷണ ഫലമായിട്ടാണ് ഇത്തരം വേലിയേറ്റവും വേലിയിറക്കവും ഒക്കെ ഉണ്ടാകാറുണ്ടെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്നാൽ അന്തരീക്ഷ സ്ഥിതിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, അതായത് കാലാവസ്ഥയുടെയും മാറ്റങ്ങൾ, അതായത് കാറ്റുകൾ, അന്തരീക്ഷ മർദ്ദത്തിലെ മാറ്റങ്ങൾ, അതയുടെ ഫലമായിട്ട് സമുദ്രജലം കുതിച്ചുയരാറുണ്ട്. ഇങ്ങനെ ഉണ്ടാകുന്ന സമുദ്രജലത്തിന്റെ ചലനത്തെയാണ് സർജ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഈ ഒരു സർജ് എന്ന് പറയുന്ന ആ ഒരു പേര് നിങ്ങൾ മനസ്സിലാക്കി വെച്ചേക്കണം. സർജ് എന്താണ്, സർജ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു. വേലികളെ കുറിച്ച് നമ്മൾ പഠിച്ചു അല്ലെ. വേലികൾ അല്ലെങ്കിൽ ടൈഡ്സ് എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സൂര്യന്റെയും ചന്ദ്രന്റെയും ആകർഷണ ഫലമായിട്ടാണ് ഈ വേലിയേറ്റവും വേലിയിറക്കം ഉണ്ടാകുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലെ. ഒരു ദിവസം 1-2 പ്രാവശ്യമൊക്കെ ഇങ്ങനെ ഇത്തരത്തിൽ വേലികൾ ഉണ്ടാകാറുണ്ടെന്നും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഫലമായിട്ട് ഇങ്ങനെ സൂര്യന്റെയും ചന്ദ്രന്റെ ആകർഷണ ഫലമായിട്ട് വേലിയേറ്റവും വേലിയിറക്കമൊക്കെ ഉണ്ടാകാറുണ്ട്. എന്നാൽ ഈ അന്തരീക്ഷ സ്ഥിതിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളുടെ, അതായത് കാറ്റുകളുടെയും അന്തരീക്ഷ മർദ്ദത്തിലെ മാറ്റങ്ങളുടെ ഫലമായിട്ടൊക്കെ സമുദ്രജലം കുതിച്ചു കയറാറുണ്ട്. അതായത് വേലി കൂടാതെ കാറ്റിനെയും അന്തരീക്ഷ മർദ്ദത്തിലെ മാറ്റങ്ങളുടെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യാറുണ്ട്, നമ്മുടെ സമുദ്രജലം കുതിച്ചുയരാറുണ്ട്. ഇങ്ങനെ ഉണ്ടാകുന്ന സമുദ്രത്തിന്റെ ചലനത്തെ വിളിക്കുന്ന പേരാണ് സർജ്. ആ ഒരു സർജ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി വെച്ചേക്കണം കേട്ടോ. അതുപോലെ വേലികൾ ഉണ്ടാകാനുള്ള മുഖ്യ കാരണം എന്തായിരിക്കാം? നമ്മൾ പറഞ്ഞു വേലികൾ, ടൈഡ്സിനെ കുറിച്ച് പറഞ്ഞു അല്ലെ. ഈ ടൈഡ്സ് ഉണ്ടാകാൻ, വേലികൾ ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം എന്തായിരിക്കും? സൂര്യന്റെയും ചന്ദ്രന്റെയും ഗുരുത്വാകർഷണ ബലമാണ്. ഭൂമിയുടെ മേലുണ്ടാകുന്ന ഗുരുത്വാകർഷണ ബലമാണ് ഈ വേലികൾ ഉണ്ടാകാൻ കാരണം. നമ്മൾ കുഞ്ഞു ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുള്ള കാര്യമാണ്. വേലികൾ ഉണ്ടാകാനുള്ള മറ്റൊരു കാരണം കൂടി നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അത് അപകേന്ദ്ര ബലമാണ്.
അല്ലെ? സെൻട്രിഫ്യൂജൽ ഫോഴ്സ് ആണ്. നമ്മൾ ഫിസിക്സിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ് അല്ലെ? അപകേന്ദ്ര ബലം, അഭികേന്ദ്ര ബലം ഒക്കെ നമ്മൾ 8ലോ 9ലോ ഫിസിക്സിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അതിൽ ഈ വേലികൾ ഉണ്ടാകാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാരണമാണ് അപകേന്ദ്ര ബലം അല്ലെങ്കിൽ സെൻട്രിഫ്യൂജൽ ഫോഴ്സ് എന്ന് പറയുന്നത്. അതായത് ഈ ഗുരുത്വാകർഷണ ബലത്തെ സമതുലിതമാക്കുന്ന എതിർബലത്തെയാണ് അപകേന്ദ്ര ബലം എന്ന് പറയുന്നത്. അപ്പം അതും എന്തിന് കാരണമാണ്? ടൈഡ്സിന് കാരണമാകാറുണ്ട്. അതുപോലെ നമ്മൾ പഠിച്ചിട്ടുള്ള മറ്റൊരു കാര്യമാണ് കാനഡയിലെ ഫണ്ടി ഉൾക്കടലാണ് ഏറ്റവും ഉയരമുള്ള വേലിയേറ്റങ്ങൾ ഉണ്ടാകാറുള്ളത് അല്ലെ? ഏറ്റവും ഉയരമുള്ള വേലിയേറ്റങ്ങൾ ഉണ്ടാകാറുള്ളത് എവിടെയാണ്? കാനഡയിലെ ഫണ്ടി ഉൾക്കടലിലാണ്. ഇവിടുത്തെ വേലിയേറ്റം 15 മുതൽ 16 മീറ്റർ വരെ ഉയരത്തിൽ എത്താറുണ്ടെന്നും മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ വേലിയേറ്റത്തെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. വേലികൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പഠിച്ചു, അതുപോലെ വേലിയുടെ പ്രത്യേകതകൾ പഠിച്ചു. അതുപോലെ കാനഡയിലെ ഫണ്ടി ഉൾക്കടലിലാണ് ഏറ്റവും ഉയരമുള്ള വേലികൾ ഉണ്ടാകാറുള്ളത്. അവിടെ വേലിയേറ്റം 15 മുതൽ 16 മീറ്റർ വരെ ഉയരത്തിലായിരിക്കും എന്ന് മനസ്സിലാക്കുക. ഇനി എന്താണ് സപ്തമി വേലികൾ എന്ന് നോക്കി. നീപ് ടൈഡ്സ് എന്ന് പറഞ്ഞാൽ, സപ്തമി വേലികൾ എന്ന് പറഞ്ഞാൽ ദുർബലമായിട്ടുള്ള വേലിയേറ്റങ്ങളാണെന്ന് മനസ്സിലാക്കുക. ശക്തി കുറഞ്ഞ വേലിയേറ്റങ്ങളെയാണ് നമ്മൾ സപ്തമി വേലികൾ എന്ന് പറയുന്നത്. ആ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. കാരണം ശക്തി കുറയാൻ കാരണം, അല്ലെങ്കിൽ ശക്തി കുറഞ്ഞ വേലിയേറ്റങ്ങളാണ് നമ്മൾ സപ്തമി വേലികൾ എന്ന് പറയാൻ കാരണം, ഈ വാവ് വേലികൾക്കും സപ്തമി വേലികൾക്കും ഇടയിൽ സാധാരണയായിട്ട് ഒരു 7 ദിവസത്തിന്റെ ഇടവേള ഉണ്ടാകും, ഒരു ഗ്യാപ്പ് ഉണ്ടാവാറുണ്ട്. ആ സമയത്ത് ഈ സൂര്യനും ചന്ദ്രനും പരസ്പരം ഒരു 90 ഡിഗ്രി ആംഗിളിലാണ് വരുന്നത്. ഒരു മട്ടകോണിൽ ഒരു 90 ഡിഗ്രി ആംഗിളിൽ എന്ത് ചെയ്യുന്നു? വരുന്നു. അപ്പം ഈ സൂര്യന്റെ ആകർഷണ ബലവും ചന്ദ്രന്റെ ആകർഷണ ബലവും എന്ത് ചെയ്യുന്നു? പരസ്പരം എതിരായിട്ട് പ്രവർത്തിക്കും. അങ്ങനെ ചന്ദ്രന്റെ ആകർഷണ ബലം സൂര്യന്റെ ആകർഷണ ബലത്തേക്കാൾ ഇരട്ടിയിലധികം വരുമെങ്കിലും സൂര്യന്റെ ഗുരുത്വാകർഷണം ചെലുത്തുന്ന ഒരു എതിർബലം മൂലം അതിന്റെ ശക്തി വളരെയധികം കുറഞ്ഞു പോകും. അതിനാലാണ് ചന്ദ്രൻ സൃഷ്ടിക്കുന്ന വേലിയേറ്റങ്ങൾ എന്ത് ചെയ്യുന്നത്? ദുർബലമാകുന്നത്. ഇത്ര ശക്തി കുറഞ്ഞ വേലിയേറ്റങ്ങളെയാണ് സപ്തമി വേലികൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നീപ് ടൈഡ്സ് എന്ന് പറയുന്നത്. അപ്പൊ ശക്തി കുറഞ്ഞ വേലികളാണ് സപ്തമി വേലികൾ എന്ന് മനസ്സിലാക്കുക. അതുപോലെ നമ്മൾ പെരിഹീലിയം പഠിച്ചിട്ടുണ്ട് അല്ലെ? അതായത് നമ്മുടെ സൂര്യൻ നമ്മുടെ ഭൂമിയുടെ ഏറ്റവും അടുത്തെത്തുന്നത് എല്ലാ വർഷവും ജനുവരി മാസം 3-ാം തീയതിയോടെയാണ് അല്ലെ? നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ആ ഒരു ജനുവരി 3-ാം തീയതിയാണ് നമ്മുടെ ഭൂമിയുടെ സ്ഥാനം സൂര്യൻ ഏറ്റവും അടുത്തെത്തുന്നത്. അല്ലെങ്കിൽ നമ്മൾ പെരിഹീലിയൻ എന്ന് പറയുന്നുണ്ട് അല്ലെ? ഈ സമയത്ത് പതിവിന് വിരുദ്ധമായിട്ട് വേലിയേറ്റങ്ങൾ കൂടുതൽ ഉയരത്തിലും വേലിയിറക്കങ്ങൾ കൂടുതൽ താഴ്ചയിലും ഉണ്ടാകാറുണ്ട്. ആ ഒരു കാര്യം നമ്മൾ വേലിയായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കണം. അതായത് ഈ ജനുവരി 3-നാണ് പെരിഹീലിയൻ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ സൂര്യൻ നമ്മുടെ ഭൂമിയുടെ ഏറ്റവും അടുത്ത് വരുന്നത് ഈ ജനുവരി 3-നാണ്. ആ സമയത്താണ് പതിവിന് വിരുദ്ധമായിട്ട് എന്ത് ചെയ്യുന്നത്? വേലിയേറ്റങ്ങൾ കൂടുതൽ ഉയരത്തിലും വേലിയിറക്കങ്ങൾ കൂടുതൽ താഴ്ചയിലും സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കുക. ജൂലൈ 4-ാം തീയതിയിലാണ് ഭൂമി സൂര്യൻ ഏറ്റവും അകലത്തിൽ എത്തുന്നത് അല്ലെ? അപ്ഹീലിയൻ എന്ന് പറയും. അപ്ഹീലിയൻ. ആ സമയത്താണ് വേലിയിറക്ക നിരപ്പുകൾ ശരാശരിക്കാട്ട് വളരെയധികം കുറവായിരിക്കും എന്ന് മനസ്സിലാക്കുക. അതായത് ഈ വേലിയേറ്റവും വേലിയിറക്കവും എപ്പോഴും എന്തായിരിക്കും? കുറവായിരിക്കുന്നത് എപ്പോഴായിരിക്കും? ജൂലൈ 4-ന്, അതായത് ഭൂമി സൂര്യൻ ഏറ്റവും അകലത്തിൽ എത്തുന്ന സമയത്തായിരിക്കും. ഇത് നമുക്ക് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാവുന്ന കാര്യമാണ് അല്ലെ? സൂര്യനും ചന്ദ്രനും ഭൂമിയിൽ നിന്നും ഏറ്റവും കൂടുതൽ അകലത്തിൽ വരുന്ന സമയത്താണ് ഈ ഇത്തരം എന്താ പറയുക വേലികൾ ദുർബലമാകുന്നത് എന്ന് പറയുന്നത്. അതുപോലെ വേലിയേറ്റത്തിനും വേലിയിറക്കത്തിനും ഇടയ്ക്കുള്ള സമയത്തെ എബ് എന്ന് വിളിക്കുന്നു. ഈ ബി എബ് എന്നാണ് വിളിക്കുന്നത്. ഈ സമയത്ത് ജലനിരപ്പ് എന്ത് ചെയ്യുന്നു? താഴുന്നു എന്നും മനസ്സിലാക്കുക. വേലിയേറ്റത്തിനും വേലിയിറക്കത്തിനും ഇടയ്ക്കുള്ള സമയത്ത് എന്ത് വിളിക്കുന്നു? എബ് എന്ന് വിളിക്കുന്നു. ഈ സമയത്ത് എന്ത് ചെയ്യുന്നു? ജലനിരപ്പ് താഴുന്നു. നമ്മളിവിടെ 2 കാര്യം മനസ്സിലാക്കണം. ഈ എബ് അതുപോലെ ഫ്ലോ അഥവാ ഫ്ലഡ്, ഈ 2 കാര്യങ്ങൾ മനസ്സിലാക്കണം. എബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേലിയേറ്റത്തിനും വേലിയിറക്കത്തിനും ഇടയ്ക്കുള്ള സമയത്തെയാണ് എബ് എന്ന് പറയുന്നത്. വേലിയേറ്റത്തിനും വേലിയിറക്കത്തിനും ഇടയ്ക്കുള്ള സമയത്ത് എന്ത് വിളിക്കുന്നു? എബ് എന്ന് വിളിക്കുന്നു. ഈ സമയത്ത് എന്ത് ചെയ്യുന്നു? ജലനിരപ്പ് താഴുന്നു. വേലിയിറക്കത്തിനും വേലിയേറ്റത്തിനും ഇടയ്ക്കുള്ള സമയത്തെയാണ് ഫ്ലോ അഥവാ ഫ്ലഡ് എന്ന് പറയുന്നത്. ഈ സമയത്ത് എന്ത് ചെയ്യുന്നു? ജലനിരപ്പ് ഉയരുന്നു. അതായത് തിരിഞ്ഞു പോരുത്, മനസ്സിലാക്കി വെച്ചേക്കുക. വേലിയേറ്റത്തിനും വേലിയിറക്കത്തിനും ഇടയ്ക്കുള്ള സമയത്ത് എന്ത് പറയുന്നു? എബ് എന്ന് വിളിക്കുന്നു. ഈ സമയത്ത് എന്ത് ചെയ്യുന്നു? ജലനിരപ്പ് താഴുന്നു. വേലിയിറക്കത്തിനും വേലിയേറ്റത്തിനും ഇടയ്ക്കുള്ള സമയത്ത് ഫ്ലോ അഥവാ ഫ്ലഡ് എന്ന് പറയുന്ന ഈ സമയത്ത് എന്ത് ചെയ്യുന്നു? ജലനിരപ്പ് ഉയരുന്നു. അതൊന്ന് എഴുതി വെച്ച് തന്നെ നിങ്ങൾ പഠിക്കുക. അതുപോലെ ഈ വേലികളെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് രാജ്യങ്ങൾ ഈ വേലികളെ പ്രയോജനപ്പെടുത്താറുണ്ട്. കാനഡ, ഫ്രാൻസ്, റഷ്യ, ചൈന, അങ്ങനെ പല രാജ്യങ്ങളും ഈ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി വേലികളെ പ്രയോജനപ്പെടുത്തുന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. അതേപോലെ ഈ അഴിമുഖങ്ങളിൽ നിന്ന് അവസാദങ്ങളെയും മലിനജലവും ഒക്കെ നീക്കം ചെയ്യാൻ വേണ്ടിയിട്ട് വേലികൾ സഹായകരമാണ്. ആ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അഴിമുഖങ്ങളിൽ നിന്ന് അവസാദങ്ങളും മലിനജലവും ഒക്കെ നീക്കം ചെയ്യാൻ വേണ്ടി വേലികൾ സഹായിക്കുന്നുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുക. അടുത്തായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് സമുദ്രജല പ്രവാഹങ്ങളെ കുറിച്ചാണ്. ഓഷ്യൻ കറൻസിനെ കുറിച്ചാണ്. നമ്മൾ ഓഷ്യൻ കറണ്ട് പലതരം കറണ്ടുകൾ ഉണ്ടെന്നും അതുപോലെ ഓരോ സമുദ്രത്തിലും ഉണ്ടാകുന്ന കറണ്ടുകൾ ഏതെല്ലാമാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് അതിന്റെ കുറച്ച് കാര്യങ്ങൾ, പ്രത്യേകതകൾ നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. സമുദ്രജല പ്രവാഹങ്ങൾ എന്ന് പറഞ്ഞാൽ സമുദ്രത്തിലെ നദികൾ പോലെയാണ് അല്ലെ? സമുദ്രജലം ഒരു നദി പോലെ ഒരു നിശ്ചിത ദിശയിൽ, നിശ്ചിത പാതയിലൂടെ
പതിവായിട്ട് ഒഴുകുന്നതിനെയാണ് നമ്മൾ സമുദ്രജല പ്രവാഹങ്ങൾ അഥവാ ഓഷ്യൻ കറണ്ട് എന്ന് പറയുന്നതെന്ന് പഠിച്ചിട്ടുണ്ട്. പ്രധാനമായിട്ട് ഈ സമുദ്രജല പ്രവാഹങ്ങളെ 2 തരത്തിലുള്ള ബലങ്ങളാണ് സ്വാധീനിക്കാറുള്ളത്. അതിനെ നമുക്ക് പ്രാഥമിക ബലങ്ങളെന്നും ദ്വിതീയ ബലങ്ങളെന്നും വിളിക്കാം. പ്രാഥമിക ബലങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത് ജലത്തിന്റെ ചലനത്തിന് കാരണമാകുന്ന ബലങ്ങളെയാണ് പ്രാഥമിക ബലങ്ങൾ എന്ന് പറയുന്നത്. അതായത് ആ ജലം ചലിക്കാൻ കാരണമാകുന്ന ബലങ്ങളെയാണ് പ്രാഥമിക ബലങ്ങൾ എന്ന് വിളിക്കുന്നത്. ദ്വിതീയ ബലങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ജലപ്രവാഹങ്ങളുടെ ഒഴുക്കിനെ നിയന്ത്രിക്കുന്ന ബലങ്ങളെയാണ് ദ്വിതീയ ബലങ്ങൾ എന്ന് വിളിക്കുന്നത്. ഈ നമ്മൾ പറഞ്ഞു പ്രാഥമിക ബലങ്ങൾ എന്ന് പറഞ്ഞാൽ ജലത്തിന്റെ ചലനത്തിന് കാരണമാകുന്ന സമുദ്രജല പ്രവാഹങ്ങളുടെ സ്വാധീനിക്കുന്ന ബലങ്ങളാണ് പ്രാഥമിക ബലങ്ങൾ എന്ന് പറയുന്നത്. പ്രധാനപ്പെട്ട സമുദ്രജല പ്രവാഹങ്ങളെ സ്വാധീനിക്കുന്ന പ്രാഥമിക ബലങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് സൗരോർജ്ജത്താലുള്ള താപനം. അതായത് സൗരോർജ്ജത്താലുള്ള താപനം, സൂര്യന്റെ താപം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ സൗരോർജ്ജം ഏറ്റിട്ട് എന്ത് ചെയ്യുന്നു? സമുദ്രജലം വികസിക്കുകയും അതുപോലെ സമുദ്രനിരപ്പ് ഉയരുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ സൃഷ്ടിക്കപ്പെടുന്ന ഒരു ചരിവിലൂടെ എന്ത് ചെയ്യുന്നു? ജലം ഒഴുകുന്നു. ഇത്തരത്തിൽ സൗരോർജ്ജം കൊണ്ട്, സൗരോർജ്ജത്താലുള്ള താപനം മൂലം അതിന്റെ ചൂട് കാരണം എന്ത് ചെയ്യുന്നു? സമുദ്രജല പ്രവാഹങ്ങളുടെ ചലനത്തിന് കാരണമാകാറുണ്ട് അല്ലെ? അതുപോലെ തന്നെ സമുദ്രത്തിലെ കാറ്റുകൾ, നമുക്കറിയാം ഇതിന്റെ സമുദ്ര ഉപരിതലത്തിൽ വീശുന്ന ഈ കാറ്റുകൾ എന്ത് ചെയ്യുന്നു? ആ ഒരു ജലത്തിന് മേല് പ്രഷർ ചെലുത്താറുണ്ട്, സമ്മർദ്ദം ചെലുത്താറുണ്ട് അല്ലെ? അങ്ങനെ അവയെ ചലനവിധേയമാക്കുകയൊക്കെ ചെയ്യാറുണ്ട്. അങ്ങനെ കാറ്റും സമുദ്രോപരിതലവും തമ്മിലുള്ള ഒരു കർഷണം സമുദ്രജലത്തിന് ഒഴുക്കിനെ സ്വാധീനിക്കുന്നുണ്ട്. അതുപോലെ പിന്നെ പറയുന്നത് ഗുരുത്വാകർഷണ ബലമാണ്. ഗുരുത്വാകർഷണ ബലം നമുക്കറിയാം. ഗുരുത്വാകർഷണ ബലം സമുദ്രജലത്തെ എപ്പോഴും എങ്ങോട്ടാണ് വലിക്കുന്നത്? താഴോട്ടാണ് വലിക്കുന്നത് അല്ലെ? ഗുരുത്വാകർഷണ ബലം എപ്പോഴും എന്ത് ചെയ്യുന്നു? ജലത്തെ താഴോട്ട് വലിക്കുന്നു. ഇതുമൂലം ജലം താഴേക്ക് അടിയുകയും ജലനിരപ്പിലെ ചരിവിന് കാരണമാകുകയും ചെയ്യാറുണ്ട്. അപ്പൊ ഇത്തരത്തിൽ എന്ത് ചെയ്യുന്നു? സമുദ്രജല പ്രവാഹങ്ങൾക്ക് കാരണമാകുന്ന ഒരു കാര്യമാണ് ഗുരുത്വാകർഷണ ബലം. അതുപോലെ കൊറിയോലിസ് ബലം നമുക്കറിയാം. ജലപ്രവാഹങ്ങളുടെ ദിശയിൽ മാറ്റം ഉണ്ടാക്കാറുള്ള എന്നാണ് കൊറിയോലിസ് ബലം. ഇതെങ്ങനെയാണ്? ഏത് ഭാഗത്താണ്? ഉത്തരാർദ്ധഗോളത്തിൽ വലത്തോട്ടും ദക്ഷിണാർദ്ധഗോളത്തിൽ ഇടത്തോട്ടുമാണ് ജലപ്രവാഹങ്ങളുടെ ദിശയിൽ മാറ്റം ഉണ്ടാക്കാറുള്ളത്. അപ്പൊ ഇത് ഇമ്പോർട്ടന്റ് ആണ്. കൊറിയോലിസ് ബലം ചോദിച്ചിട്ടുള്ളതാണ്. കൊറിയോലിസ് ബലവുമായി ബന്ധപ്പെട്ട് നമുക്ക് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് എങ്ങനെയാണ്? സമുദ്രജല പ്രവാഹങ്ങൾ, ഉത്തരാർദ്ധഗോളത്തിലെ സമുദ്രജല പ്രവാഹങ്ങളുടെ ഏത് ദിശയിലേക്കാണെന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലെ? വലത്തോട്ടാണ്. ഉത്തരാർദ്ധഗോളത്തിൽ വലത്തോട്ടും ദക്ഷിണാർദ്ധഗോളത്തിൽ ഇടത്തോട്ടുമാണ് ജലപ്രവാഹങ്ങളുടെ ദിശയിൽ മാറ്റം ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ പ്രധാനമായും പഠിച്ച സമുദ്രജല പ്രവാഹങ്ങളുടെ സമുദ്രജല പ്രവാഹങ്ങൾക്ക് കാരണമാകുന്ന 2 ബലങ്ങളാണ്. ഒന്ന് പ്രാഥമിക ബലങ്ങളെന്നും 2 ദ്വിതീയ ബലങ്ങളെന്നും തരംതിരിക്കാം. പ്രാഥമിക ബലങ്ങൾ എന്ന് പറഞ്ഞാൽ ജലത്തിന്റെ ചലനത്തിന് കാരണമാകുന്ന ബലങ്ങളാണ്. അത് ഏതെല്ലാമാണ്? സൗരോർജ്ജത്തിലുള്ള താപനം, കാറ്റുകൾ, ഗുരുത്വാകർഷണ ബലം, അതുപോലെ തന്നെ കൊറിയോലിസ് ബലം അല്ലെ? കൊറിയോലിസ് ബലം ജലപ്രവാഹങ്ങളുടെ ദിശയിൽ എങ്ങോട്ടാണ്? ഉത്തരാർദ്ധഗോളത്തിൽ വലത്തോട്ടും ദക്ഷിണാർദ്ധഗോളത്തിൽ ഇടത്തോട്ടുമാണ് മാറ്റമുണ്ടാക്കാറുള്ളത്. ഇങ്ങനെയുള്ള വലിയ ജലസഞ്ചയത്തെയും അവയ്ക്ക് ചുറ്റുമുള്ള ജലപ്രവാഹങ്ങളെയും ഗെയേഴ്സ് എന്നാണ് വിളിക്കുന്നത്. ആ ഒരു ടേം ഒന്ന് അറിഞ്ഞിരിക്കുക. ഗെയേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വലിയ ജലസഞ്ചയമാണ്. അതായത് വലിയ ജലസഞ്ചയത്തെയും അവയ്ക്ക് ചുറ്റുമുള്ള ജലപ്രവാഹങ്ങളെയും ഗെയേഴ്സ് എന്ന് വിളിക്കുന്നത്. ഈ സമുദ്രജല പ്രവാഹങ്ങളുമായി ബന്ധപ്പെട്ട് അതിന്റെ കുറച്ച് കാര്യങ്ങളോട് അറിഞ്ഞിരിക്കുക. ഒരു സമുദ്രജല പ്രവാഹത്തിന്റെ വേഗതയെ നമുക്ക് ഡ്രിഫ്റ്റ് എന്ന് പറയാം. കുഞ്ഞു ക്ലാസ്സുകളുടെ പുസ്തകത്തിലൊന്നും ഈ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ സമുദ്രജല പ്രവാഹത്തിന്റെ വേഗതയെ നമുക്ക് എന്ത് വിളിക്കാം? ഡ്രിഫ്റ്റ് എന്ന് വിളിക്കാം. ആ ഡ്രിഫ്റ്റ് അളക്കുന്ന യൂണിറ്റിനെ നോട്ട് എന്ന് വിളിക്കാം. ഡ്രിഫ്റ്റ് അളക്കുന്നത് നോട്ട് യൂണിറ്റിലാണ്. അതുപോലെ തന്നെ ഒരു ജലപ്രവാഹത്തിന്റെ ശക്തി അതിന്റെ വേഗതയായിരിക്കും എപ്പോഴും സൂചിപ്പിക്കുക. ഏറ്റവും വേഗതയുള്ള പ്രവാഹങ്ങളാണ് ഏറ്റവും ശക്തമായിട്ടുള്ള ജലപ്രവാഹം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ സമുദ്രജല പ്രവാഹങ്ങളുടെ സവിശേഷതകൾ നമ്മൾ പറഞ്ഞത്, ഒന്ന് സമുദ്രജല പ്രവാഹത്തിന്റെ വേഗതയെ നമുക്ക് എന്ത് വിളിക്കാം? ഡ്രിഫ്റ്റ് എന്ന് വിളിക്കാം. ഡ്രിഫ്റ്റ് അളക്കുന്ന യൂണിറ്റ് നോട്ടാണ്. എപ്പോഴും ഒരു ജലപ്രവാഹത്തിന്റെ ശക്തി എന്ന് പറയുന്നത് എന്തായിരിക്കും? അതിന്റെ വേഗതയായിരിക്കും. അതുപോലെ നമുക്ക് താപനിലയെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ജലപ്രവാഹങ്ങളെ 2ആയിട്ട് തിരിക്കാം. ഉഷ്ണജലപ്രവാഹങ്ങളെന്നും ശീതജലപ്രവാഹങ്ങളെന്നും നമുക്ക് 2ആയിട്ട് തിരിക്കാം. വാം കറൻസ് എന്നും കോൾഡ് കറൻസ് എന്നും നമുക്ക് ജലപ്രവാഹങ്ങളെ 2ആയിട്ട് തിരിക്കാം. ഉഷ്ണജല പ്രവാഹങ്ങൾ ഏതെല്ലാമാണെന്നും ശീതജല പ്രവാഹങ്ങൾ ഏതെല്ലാമാണെന്നും നമുക്ക് അറിഞ്ഞിരിക്കണം. കാരണം താഴെ പറയുന്നതിൽ ഉഷ്ണജല പ്രവാഹം ഏത്, ശീതജല പ്രവാഹം ഏത് നമുക്കൊരു ക്വസ്റ്റ്യൻ വരും. അപ്പൊ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പ്രധാനപ്പെട്ട ക്ലാസ് നമുക്ക് എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഉഷ്ണജല പ്രവാഹങ്ങൾ ഏതെല്ലാമാണ്, ശീതജല പ്രവാഹങ്ങൾ ഏതെല്ലാമാണെന്നുള്ള ക്ലാസ്സുമായിട്ട് നമുക്കൊരു അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇന്ന് പഠിപ്പിച്ച ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ പഠിച്ചത് പ്രധാനമായിട്ടും തിരമാലകളുമായി ബന്ധപ്പെട്ട അതിന്റെ സവിശേഷതകളും അതുപോലെ തന്നെ വേലികൾ എന്താണെന്നും വേലികളുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളും അതുപോലെ തന്നെ സമുദ്രജല പ്രവാഹങ്ങളെ കുറിച്ചുമാണ് നമ്മൾ പഠിച്ചത്. അപ്പൊ ഇത്രയും കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കും.